ബിഗ് ബോസ് അനീഷിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞ് അവസാനത്തെ ഒരു മോർണിംഗ് ടാസ്ക്കാണ് ഇപ്പോൾ തരാൻ പോണത്. അങ്ങനെ അനീഷ് താങ്ക്സ് പറയുന്നു. അങ്ങനെ മോർണിംഗ് ടാസ്ക് വായിക്കാൻ പറഞ്ഞിട്ട് അനീഷിനോട് പറയുന്നു, വായിച്ചതിന് ശേഷം അവിടെ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പോയി ഇത് വായിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അനീഷ് ആ ടാസ്ക് ലെറ്ററും കൊണ്ട് അവിടെ വരികയാണ്, ലിവിങ് ഏരിയയിൽ വരിക. അപ്പോൾ എല്ലാവരും പറയുന്നത് അനീഷിനെ വിളിച്ചപ്പം ഇനി വിഷനായിരിക്കും, ഒരാളും കൂടെ ഔട്ടാവുമല്ലോ, അതായിരിക്കും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ അനീഷ് വന്നിട്ട് പറയുന്നത് മോർണിംഗ് ടാസ്ക്കാണ്, അവസാനത്തെ മോർണിംഗ് ടാസ്ക്കാണ് എന്ന് പറയുന്നു. പക്ഷേ അത് ഒരു ടാസ്ക്കായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ടാസ്കിൻ്റെ പേര് ഓർമ്മയ്ക്കായി. നിങ്ങൾ ഈ വീട്ടിൽ ആദ്യമായി വന്നത് മുതൽ ഇതൊരു ഗെയിമായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും നിങ്ങളുടെ ഈ ഒരു ഹൗസ് സ്വന്തം വീടായി മാറി. ഇവിടെയുള്ള ഓരോ ഇടങ്ങളും ഓരോ പ്രോപ്പർട്ടീസും യാത്രയുടെ ഭാഗമാകുകയായിരുന്നു. അതുകൊണ്ട് പലതിനോടും നിങ്ങൾക്ക് അത്രമേലൊരു ആത്മബന്ധം ഉണ്ടായിരിക്കാം. കാരണം അതൊക്കെ നിങ്ങൾക്ക് ഒരു വസ്തുവോ അതൊരു സ്ഥലമോ മാത്രമല്ല, അവർ ഇത്രയും ദിവസം ജീവിച്ചതുകൊണ്ട്. അതൊക്കെയാണ് ടാസ്കിൽ പറയുന്നത്. നിങ്ങൾ കരഞ്ഞപ്പോഴോ ചിരിക്കുമ്പോഴോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ നല്ല സുഹൃത്തായി ഒക്കെ ആവാൻ നിങ്ങൾ ഇത് കണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ളപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോപ്പർട്ടി ബിഗ് ബോസ് നിങ്ങൾ പോകുമ്പോൾ എടുക്കാനൊരു അവസരം തന്നാൽ നിങ്ങൾ ഏത് പ്രോപ്പർട്ടി എടുക്കുമെന്നുള്ളത് ആ പ്രോപ്പർട്ടിയുടെ മുമ്പിൽ പോയി നിന്ന് പറയണം. അതെന്തുകൊണ്ടാണ് അതെടുത്തുകൊണ്ട് പോകുന്നതും നിങ്ങൾക്കത് ഇഷ്ടമായത് എന്തുകൊണ്ടാണെന്ന് അത് അതിൻ്റെ അടുത്ത് പോയി നിന്ന് പറയണമെന്നാണ് ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായി ഓരോ പ്രോപ്പർട്ടി എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാൻ എൻ്റെ ചാനലൊന്ന്